അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുട്ടി ട്യൂഷനൊക്കെ ഉള്ള ഒരു ദിവസമാണ്. അങ്ങനെ പറയാം. ഫസ്റ്റ് ഡേ ആണ് ട്യൂഷൻ്റെ. അപ്പോൾ നമ്മൾ ഇന്ന് 6 മണിക്ക് എണീച്ചിട്ടുണ്ട്. ഞാൻ പൊതുവെ 9 മണി 10 മണിയൊക്കെ ആവും എണീക്കാൻ. ഇന്ന് 6 മണിക്ക് എണീക്കാനുള്ള കാരണം എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടേനി. പിന്നെ ട്യൂഷൻ വിട്ട് വന്നാൽ ചിലപ്പോൾ നേരം ഉണ്ടാവില്ല. അപ്പോൾ രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യാൻ എന്നുള്ളത് കൊണ്ട് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യേനി. പിന്നെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ മുറ്റൊക്കെ അടിച്ചിട്ട് ഇറങ്ങി. ട്യൂഷനൊക്കെ ഉള്ളതുകൊണ്ട് കാര്യമായിട്ട് ടാസ്ക് ഒന്നുമില്ല. ഉമ്മച്ചി തന്ന് എല്ലാവർക്കും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഞാൻ വലിയൊരു മടിയെത്തിയാണ്. എല്ലാവർക്കും വീട്ടിൽ നിന്ന് തരുന്ന പോലെ മുറ്റടിച്ച് തരാനും ബെഡ്ഷീറ്റ് എന്താക്കാനൊക്കെയാണ് എൻ്റെ ടാസ്ക് പറഞ്ഞത്. നമ്മൾ ബാഗും ഒക്കെ ഇന്നലെ തന്നെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വ്ളോഗ് നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വെക്കേഷൻ ടൈം മൈ ലൈഫായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് റെഡി ആക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ എൻ്റെ പേര് ഫാത്തിമ ദിയ. ഞാൻ 10th ഇനി. അപ്പോൾ ഇനി 10th കാണാം. അപ്പോൾ ട്യൂഷന് പോകുന്നുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതാ നമ്മളെ ചാനൽ ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ്, ഡെയിലി വ്ളോഗ്സ്, അതേപോലെ ആർട്ട് വീഡിയോസ്, അതേപോലെ ബ്യൂട്ടി ടൈപ്പ് ഓഫ് വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുക. മെയിനായിട്ട് ഒരു സ്കൂളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു ചാനൽ എന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനത്തെ വീഡിയോസാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളി. അപ്പോൾ അത് ബെഡ്ഷീറ്റൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഏതായാലും കുളിക്കണം. അപ്പോൾ ഇടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വളരെയധികം സിമ്പിളും അതേപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. 2 പഴം പുഴുങ്ങിയതും 3 കാടമുട്ട പുഴുങ്ങിയതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ലിയ കഴിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങണ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെന്ന് കാണുക. ഇതിൽ ഞാൻ ആ കാര്യമായിട്ടൊന്നും അത് ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇതാ ഇന്നത്തെ ഡൈൻ മൈ ലൈഫിൻ്റെ കുറച്ച് ഭാഗം നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട്. അപ്പോൾ ഒന്ന് പോയി കാണാം. ഇതാ നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ ട്യൂഷനിൽ പോയി വന്നിട്ടുണ്ട് ഗായ്സ്. ഇനി നമുക്കൊരു കല്യാണം ഉണ്ട്. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഈ ഡ്രസ്സ് കഴിച്ചില്ല. ഞാൻ തൽക്കാലം വിചാരിച്ച് ഈ ഡ്രസ്സ് തന്നെ ഇട്ട് പോവാന്ന്. അപ്പം കുറേ നേരമൊന്നും ആയിട്ടില്ല. ആകെ കുറച്ച് നേരമൊക്കെ ആയിട്ടുള്ളൂ. കല്യാണത്തിനേക്കാളും 1 മണിയൊക്കെ ആവും ഞങ്ങൾ പോവാൻ. അപ്പം ലിയ അതാ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം അതുവരെ എനിക്ക് എന്താ പണിയെന്ന് വെച്ചാൽ എൻ്റെ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നു. അതാണ് എൻ്റെ പണി. അപ്പോൾ അതാ ലിയ അതാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാര്യമായിട്ടൊന്നും മാറ്റണമില്ല. നമ്മൾ അയൽവാസിയാണ്. അയൽവാസി പറഞ്ഞാൽ തൊട്ടടുത്തല്ല, കുറച്ച് വിട്ടാണ്. അപ്പോൾ അതാ അങ്ങനെ ഒരുങ്ങാണ്. ലിയക്ക് സാധാരണ ഓൾ ഇടുന്ന ഔട്ട്ഫിറ്റ് തന്നെയാണ്. ഇങ്ങനെ ടീഷർട്ടും അതേപോലെ പാൻറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഓളെ നല്ല ഹൈറ്റ് വെച്ച പോലെ ഉണ്ട് കാണാൻ. അപ്പം ഞാനതിങ്ങനെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഓക്ക് ലാക്ടോകാലമിന്നൊക്കെ തേക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഞാൻ റെഡി ആവുകയാണ്. ഞാൻ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ സ്കാർഫ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എങ്ങനെ ഈ ഷോള് തലേന്ന് വെക്കാതെ നിൽക്കാൻ. അതിനുള്ളൊരു ചെറിയൊരു ടിപ്പാണ്. നമ്മൾ സ്കാർഫ് ഇതേപോലെ ഹാഫൊന്ന് ഇടുക. അപ്പോൾ ചിലവർക്ക് ഫുള്ളും മുടി കവർ ചെയ്ത ഒരു ഭംഗിയും ഒരു ഇതും കിട്ടില്ല. എനിക്ക് അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ തലേൻ്റെ ഹാഫിന്ന് സ്കാർഫ് ഇടും. എന്നിട്ട് മുടി എന്താ ഇടും, മുടയാ മീൻസ് മടഞ്ഞ എന്താ പല സ്ഥലത്ത് പല രീതിയിലാണ് പറയുക. ഞങ്ങളിവിടെ മുടഞ്ഞിട്ടെന്നാ പറയല്. അങ്ങനെ മുടഞ്ഞിട്ട് അതെന്താ ഡബിളായിട്ട് മടക്കിയിട്ട് അത് കെട്ടും ബണ്ണിടും. എന്നിട്ട് ഇതേപോലെ ഷോള് വെച്ച് കൊടുക്കും. സ്കാർഫ് ഇട്ടിട്ട് ഷോൾ ഇട്ടിട്ട് ഒരു പിന്ന് വേണമെങ്കിൽ വെക്കാം. ചില ഷോളൊക്കെ നല്ല സുഖത്തിൽ നിൽക്കും. ഞാൻ പിന്നെ ഒരു സേഫിന് ഒരു പിന്നും കൂടി കുത്തിയൊക്കെയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ എന്താ പറയുക, ഒരു ഹിജാബ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഷോളൊക്കെ നമ്മളെ തലയിൽ നിൽക്കാനുള്ള ഒരു ചെറിയൊരു ടിപ്പാണ്. ഞാനിങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാറ്. റീസെൻ്റ്ലി 2025 ആയതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇനി ഷോള് തലേന്ന് വെക്കലും അടുത്തിങ്ങനെ വെക്കലും അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമില്ല. അവിടെ നിൽക്കണോടത്താണ് നിൽക്കണം. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ അതാ എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഈ കളർ എനിക്ക് നല്ല രസമുള്ള പോലെ തോന്നി. ഈ ഒരു ബ്ലാക്കും ഈ ഒരു കളറും കൂടി ചേർന്നിട്ട് നല്ലൊരു ഭംഗിയുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എനിക്ക് ഈ ഡ്രസ്സ് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഫുൾ ഡ്രസ്സാണ്. പക്ഷേ എനിക്ക് ഫുള്ളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതാ ലിയ ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഇവിടെ ഇങ്ങനെ നടക്കുകയാണ്. എനിക്ക് മുടി വാർന്നു കൊടുക്കാൻ അറിയില്ല. പക്ഷെ ഞാനാണ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുക ഫേസിൽ. ഞാൻ പൗഡർ ഇട്ട് കൊടുത്താണ് ഓക്ക് നല്ല ബ്ലഷ് ഇട്ട് കൊടുക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്ക് നല്ല ചീക്കുണ്ട്. അപ്പോൾ ഈ ബ്ലഷൊക്കെ വട്ടത്തിൽ ഇട്ട് കൊടുത്താൽ നല്ല ചുടുക്കിൻ്റെ ലുക്ക് ഉണ്ടാകും. നമ്മൾ ഈ വ്ളോഗിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കുന്നതുണ്ടല്ലോ. അപ്പം അങ്ങനെ അതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഒരുങ്ങണം. ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഈ ഷോള് തലയിലൊന്ന് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ട്യൂഷന് പോയി വന്നതിൻ്റെ ശേഷം ഡ്രസ്സ് കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ബെൽറ്റും അതൊക്കെ ഊരി വെച്ച് ഷോളൊക്കെ ഊരിയിട്ട് ഇങ്ങനെ നടന്നല്ലാതെ ഡ്രസ്സ് കഴിച്ചിട്ടില്ല. ഇനി അപ്പോൾ ഷോളും ബെൽറ്റും അതൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരുങ്ങാനൊന്നുമില്ല. ജസ്റ്റ് എന്താ എൻ്റെ സ്കിൻ ഓയിലി സ്കിന്നാണ്. അപ്പോൾ നല്ല ഓയിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിതാ ഒരു കോമ്പാക്റ്റ് ഏതാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മേബ്ലിൻ ഫിറ്റ്മിൻ്റെ ഒരു കോമ്പാക്റ്റ് പൗഡറാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ഓയിൽനെസ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലിയത ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. എത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഇതിൽ കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം അടിപൊളിയാക്കാം.